സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പതിവ് പോലെ ഞാനിവിടെ റോഷൻ. സൂപ്പർമാൻ പടത്തിന്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ ട്രെയിലർ ഡിസിയുടെ ഭാഗമായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കണ്ടിട്ടില്ലേ ഓടിപ്പോയെന്ന് കണ്ടിച്ചും വരാം. ജൂലൈ മാസത്തിലെ ജുറാസിക് വേൾഡ് സൂപ്പർമാൻ ഫണ്ടാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെഗാമാസ് ക്ലാഷിന്റെ ആരംഭം ഇവിടെ തുടങ്ങി കഴിഞ്ഞു. ഈ ഒരു ട്രെയിലറും കിടിലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ സൂപ്പർമാൻ ഡിസിനെ മൊത്തത്തിൽ അങ്ങ് പൊക്കി എടുക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇതുവരെയുള്ള ഒരു അറിവ് വെച്ചിട്ട്. അപ്പോൾ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മൊത്തത്തിൽ ട്രെയിലറിന്റെ ഒരു ഔട്ട്ലുക്ക് ഏതൊരു രീതിക്കാണ് എനിക്ക് വർക്കൗട്ട് ആയതെന്നതിനെ പറ്റിയൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ ഒരു പരിസരത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വർത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കണ്ടന്റ്സ് വർക്ക് ആവുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ട്രെയിലറിന്റെ തുടക്കം തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു യമകണ്ഠം ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നതും അതിന് രണ്ട് കൈ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്ന സൂപ്പർമാനെയാണ്. ആ ഒരു ഷോട്ട് നൈസ് ആയിരുന്നു. സൂപ്പർമാനെ കാണിക്കുന്ന ആ ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ, ആ ഒരു സീൻ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സൂപ്പർമാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണ്, കുറച്ച് സ്ട്രെസ് എടുത്തിട്ടാണ് ആ ഒരു ബിൽഡിംഗ് തടുത്തങ്ങ് നിർത്തുന്നത്. കാരണം ഇതിനു മുമ്പ് ഓൾറെഡി കൺഫേം ആയതാണ് സൂപ്പർമാന്റെ ആ ഒരു സൂപ്പർ പവർ ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഏർലിയസ്റ്റ് സ്റ്റേജിലുള്ള സൂപ്പർമാൻ വേർഷനെയാണ് നമുക്ക് ജെയിംസ് ഗൺ ഇതിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർമാൻ തന്നെ സൂപ്പർ പവേഴ്സ് ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതിന്റെ ഒരു പരിചയക്കുറവ് പുള്ളിയുടെ മുഖത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോഡ് ലൈക്ക് മോഡിലുള്ള സൂപ്പർമാനെ മാത്രം കണ്ടു വളർന്നവർ ഇപ്പോൾ ഡി സി തന്നെ സ്നൈഡറിന്റെ വേർഷനിലുള്ള സൂപ്പർമാൻ നമ്മുടെ ഹെൻറി കാവലിനെ കണ്ടതും പുള്ളി മിക്ക സ്ഥലങ്ങളിലും നല്ല സൂപ്പർ ഓവർ പവർഡ് ആയിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. സോ ഈ ഒരു വേർഷനിൽ ജെയിംസ് ഗൺ പ്രസന്റ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ട്. ബട്ട് പേഴ്സണലി ഉള്ളത് പറയാതെ ഞാൻ ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ ആസ്വദിക്കുന്നുണ്ട്. കാരണം സൂപ്പർമാനെ ഒരു ഭയങ്കര ഓവർ പവർഡ് ആയിട്ട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ഒരു റേ ഓഫ് ഹോപ്പ് എന്ന രീതിക്ക് ആളുകളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിക്കണമെങ്കിൽ കുറച്ചൊന്ന് പവേഴ്സ് അണ്ടർഡു ചെയ്യുന്നത് നല്ലതായിരിക്കും. ജെയിംസ് ഗണ്ണിന്റെ ഒരു വിഷനും അത് തന്നെയാണെന്ന് തോന്നുന്നു. സൂപ്പർമാൻ ആ ഒരു ഓവർ പവർഡ് വേർഷനിൽ നിന്ന് കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങി ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ആ പവേഴ്സ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടോൺ ഡൗൺ ചെയ്ത് ആ ഒരു വേറൊരു വേർഷനിലുള്ള സൂപ്പർമാനെ ആയിരിക്കും ജെയിംസ് ഗൺ നമുക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സീക്വൻസിലായിട്ട് നമ്മൾ കാണുന്നത് ലെക്സ് ലൂതർ തന്റെ സിംഗിടി കൂട്ടൊക്കെ ആയിട്ട് ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ആൻഡ് അവരുടെ മുമ്പിൽ ആ സൂപ്പർമാന്റെ എംബ്ലം പതിച്ച ഒരു ലോഗോ തന്നെ തുറന്ന് ആ ഒരു ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിന്റെ ഉള്ളിലേക്ക് അവർ കയറുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി ഇതുവരെയുള്ള പ്രൊമോ മെറ്റീരിയൽസും പരിപാടികളൊക്കെ കണ്ടിട്ടുള്ള പരിമിതമായ അറിവ് വെച്ചിട്ട് സൂപ്പർമാന്റെ ഒരു പ്രസൻസ് ഡിറ്റക്ട് ചെയ്തിട്ടാണ് അതിനുള്ളിലൊക്കെ കടക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ലെക്സ് ലൂതർ തന്നെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് മെയിൻ ഡോർ വഴി കടക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ലെക്സമ്മന്റെ കൂടെ തന്നെ ഒരു മുഖംമൂടിയാണ് ഞങ്ങളെ കാണാനായിട്ട് സാധിക്കും. അത് മിക്കവാറും അൾട്രാമാൻ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ റൂമേഴ്സും പരിപാടികളൊക്കെ വരുന്നത്. സോ അൾട്രാമാൻ എന്ന രീതിക്ക് അവർ പുഷ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ സൂപ്പർമാന്റെ തന്നെ ഒരു ക്ലോൺ ആയിരിക്കും. സോ ആ ഒരു രീതിക്കായിരിക്കും ലെക്സ് ലൂതറിന് നേരെ ഈ ഒരു ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിന്റെ ഉള്ളിലോട്ട് ആക്സസ് കിട്ടുന്നത്. ആൻഡ് ലെക്സ് ലൂതർ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ ഒരു ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ സൂപ്പർമാൻ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത കിട്ടുമെന്നുള്ള കാര്യം ഇങ്ങനെ എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്നായിരിക്കാം ലെക്സ് ലൂതർ നമ്മുടെ സൂപ്പർമാൻ ക്രിപ്റ്റോണൈറ്റ് ഒരു വീക്ക്നെസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി എടുക്കുന്നത്. ആൻഡ് സൂപ്പർമാനെ ഏതൊരു തരത്തിൽ ഡിഫീറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തെപ്പറ്റി ലെക്സ് ലൂതറിന് മനസ്സിലാക്കുന്നത് ഈ ഒരു ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിന്റെ ഉള്ളിൽ നിന്നിട്ടായിരിക്കാം. ആൻഡ് അവിടെ വെച്ച് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ലെക്സ് ലൂതറിന്റെ ഒരു വോയിസ് പ്ലേ ആവുന്നുണ്ട്. സൂപ്പർമാനായിട്ട് റിലേറ്റ് ചെയ്ത് സൂപ്പർമാനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ തെരഞ്ഞു പിടിച്ച് കൊല്ലുമെന്നാണ് പുള്ളി പറയുന്നത്. സോ ഇവിടെ നിന്ന് തന്നെ ലെക്സ് ലൂതർ എത്രമാത്രം സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ആണെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ട്. തന്റെ കൂടെ നിൽക്കുന്നവരായാലും കുഴപ്പമില്ല, മനുഷ്യന്മാരായാലും കുഴപ്പമില്ല, ഏലിയൻസ് ആയാലും കുഴപ്പമില്ല, സൂപ്പർമാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കുതികാലം ഞാൻ വെട്ടിയിരിക്കും എന്നുള്ളൊരു രീതിക്കുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ ലെക്സ് ലൂതർ പുറത്തോട്ട് വിടുന്നത്. അതിൽ തന്നെ സൂപ്പർമാനായിട്ട് റിലേറ്റ് ചെയ്ത് ലൂയിസ് ലെയിനെയും പറയുന്നുണ്ട്. സൂപ്പർമാന്റെ അപ്പനെ അമ്മേനും കൊല്ലുന്നൊക്കെ പറയുന്നുണ്ട്. അമ്മേനൊക്കെ തൊട്ട സൂപ്പർമാൻ ഏത് രീതിക്ക് റിവോൾട്ട് ആവുന്നുള്ള കാര്യത്തിൽ മാൻ ഓഫ് സ്റ്റീൽ കണ്ടവർക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവും. സോ ലെക്സ് ലൂതറിന്റെ അണ്ടം ഹീറോ എന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക്. അതിനുശേഷം ഇതിന് മുമ്പുള്ള പ്രൊമോ മെറ്റീരിയൽസിലും പരിപാടികളിലൊക്കെ നല്ല ലാവിഷ് ആയിട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു കൈജു ഫിഗർ ആയിട്ടുള്ള ഫൈറ്റിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കിടുവായിട്ടുണ്ട്. സൂപ്പർമാൻ ആ ഒരു ഫയറിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്ത് നൈസ് ആയിട്ട് ഡോഡ് ചെയ്ത് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകുന്ന ആ ഒരു സീക്വൻസ് നല്ല കിടിലുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ പറയാ, ഭയങ്കര ഓർഗാനിക് ആയിട്ട് തോന്നി. കാര്യം സാധാരണഗതിയിൽ സൂപ്പർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളും പരിപാടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പോൾ അങ്ങ് പാറി പറന്നു പോകുന്ന രീതിയിലായിരിക്കും അത് എടുത്തു വെച്ചിട്ടുള്ളത്. ബട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർമാൻ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വെറൈറ്റി അപ്രോച്ച് ആയിട്ട് തോന്നി. പക്ഷേ ഈ ഒരു 2 സെക്കൻഡ് സീക്വൻസ് വെച്ചിട്ട് മൊത്തം പടത്തെ വിലയിരുത്താൻ പറ്റില്ല. ഈ ഒരു സീക്വൻസ് മൊത്തം പടത്തിൽ എങ്ങനെ വരും എന്നുള്ള കാര്യത്തെ അനുസരിച്ചിരിക്കും പടത്തിന് മൊത്തത്തിലുള്ള ആ ഒരു ഔട്ട്. അതിനുശേഷം ക്രിപ്റ്റോടൊപ്പം സൂപ്പർമാൻ ആ ഒരു ലൂതർ ബോട്ട്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. ക്രിപ്റ്റോ വന്നിട്ട് ആ ഒരു ലൂതർ ബോട്ടിന്റെ തലയിലുള്ള ഹെൽമെറ്റ് ഊരുന്നതും സൂപ്പർമാൻ വന്നിട്ട് പടക്കെന്ന് പറഞ്ഞിട്ട് ഒരു പടപടക്കുന്ന രീതിയിലും ആ ഒരു സീക്വൻസ് പോകുന്നുണ്ട്. അതും കിടിലമായിരുന്നു. എൻ്റെ അവിടെ തന്നെ ചെറിയൊരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അടി കിട്ടിയവന്റെ അണപ്പല് തെറിച്ച് നേരെ ഇങ്ങ് ക്യാമറയിലോട്ട് വന്ന് ടിക് ടിക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈ ഒരു ട്രെയിലർ വേർഷനിൽ മാത്രമേ കാണത്തുള്ളൂ. പടത്തിലത് ഉണ്ടാവാൻ സാധ്യത ഇല്ലെന്ന് തോന്നുന്നു. ആൻഡ് അതിനുശേഷം തന്റെ ചുറ്റും നിരന്ന് നിൽക്കുന്ന ലൂതർ ബോട്ട്സിന് നേരെ അത് ലൂതർ ബോട്ട്സ് ആണെന്ന് കണ്ടിട്ട് തോന്നുന്നു. ആൻഡ് അതിന്റെ നടുവിൽ കയറി നിന്നുകൊണ്ട് സൂപ്പർമാൻ തന്റെ ലേസർ ബീം ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സീക്വൻസ് പോകുന്നത്. കോമിക്സ് എടുത്ത് നോക്കിയാലും ലെക്സ് ലൂതർ ഇത് കൂട്ടൊരു പരിപാടി ചെയ്യുന്നുണ്ട്. സൂപ്പർമാനെ ആൾക്കാരുടെ മുമ്പിൽ ഒരു വില്ലനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോളോഗ്രാംസ് വെച്ച് സൂപ്പർമാനെ കൺഫ്യൂസ് ആക്കിയതിനു ശേഷം സൂപ്പർമാൻ തന്റെ ലേസർ ബീം ആക്ടിവേറ്റ് ചെയ്യുന്നതും ഇത് കണ്ട
ആളുകൾ സൂപ്പർമാൻ അത്ര വെടിപ്പല്ല എന്നുള്ളൊരു രീതിക്ക് ഒരു മൈൻഡിലോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കോമിക്സിൽ പോകുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആയിരിക്കും അത്. ആൻഡ് ഇതിന് മുമ്പായിട്ട് ഇറങ്ങിയ ട്രെയിലറിൽ നല്ല വെടിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. സൂപ്പർമാനെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവരെന്ന് പറഞ്ഞ് രണ്ട് ചേരി തിരിഞ്ഞ ആൾക്കാരുണ്ട്. സോ ഈ ഒരു സീക്വൻസിന് ശേഷമായിരിക്കാം ആ ഒരു ചേരിതിരിവ് ഉണ്ടാവുന്നത്. സൂപ്പർമാനെ വെറുക്കുന്നവരും വെറുക്കാത്തവരായിട്ട് രണ്ട് ടീം ഉണ്ടാവുന്നത് ഈ ഒരു സീക്വൻസിന് ശേഷമായിരിക്കാം. സോ ഈ ഒരു സീക്വൻസിന് പടത്തിൽ എന്തായാലും ഒരു വൈറ്റലായിട്ടുള്ള റോൾ പ്ലേ ചെയ്യാനുണ്ട്. ആൻഡ് അതിനുശേഷം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം സൂപ്പർമാൻ്റെ ഒരു കണ്ണിന് ചുറ്റും ഒരു കറുത്ത പാട് കാണാനായിട്ട് പറ്റും. ഈ ഒരു ലേസർ ബീം ആക്ടിവേറ്റ് ആക്കിയത് കൊണ്ടാണ് ഈ ഒരു കറുത്ത പാട് വരുന്നത് എന്നുള്ളൊരു തിയറിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആൻഡ് അത് എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. അതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് ചെറിയൊരു സംശയമാണ്. കാരണം ലേസർ ബീം ഇജക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് സൂപ്പർമാൻ്റെ ഒരു സൂപ്പർ പവർ ആണ്. അതിനെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നോക്കാം അത് ഏതൊരു രീതിക്കാണ് കൊണ്ടുവരുന്നത് നോക്കാം. മേ ബി ഈ ഒരു സീക്വൻസിലായിരിക്കും സൂപ്പർമാൻ തന്റെ സൂപ്പർ പവേഴ്സ് ഒക്കെ മനസ്സിലാക്കി ആദ്യമായിട്ട് ആ ഒരു ലേസർ ബീം ഇജക്ട് ചെയ്യുന്ന ആ ഒരു സീക്വൻസ്. ആൻഡ് ഈ ഒരു സീക്വൻസിൽ മാത്രമേ പുള്ളി ഒരു ലേസർ ബീം ഇജക്ട് ചെയ്യുന്ന ആ ഒരു പരിപാടി നടക്കുന്നേ ഉണ്ടാവുള്ളൂ. ആൻഡ് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആ ഒരു കറുത്ത പാട് വരുന്നത് എന്നുള്ള രീതിക്കൊക്കെ ഒരു റീസൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊള്ളാം. എന്നാൽ പുള്ളി ആദ്യമായിട്ട് ലേസർ ബീം ഇജക്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിരുന്നു ഇതെങ്കിൽ ഇതൊക്കെ കറക്റ്റ് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സീക്വൻസ് ആയിരുന്നു. ഇതൊക്കെ ട്രെയിലറിൽ തന്നെ അങ്ങ് പടച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നോക്കാം ഏതൊരു രീതിക്കാണ് പടത്തി വരുന്നതെന്ന്. അതിനുശേഷം ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പിൽ ഒരു ഫൈറ്റ് സീക്വൻസിൽ സൂപ്പർമാൻ ആരെയോ അടിച്ച് പൊളക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. അയാളും സൂപ്പർമാനെതിരെ തന്നെ ലേസർ വിഷൻ ഉപയോഗിക്കുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. എന്റെ ഐറ്റം എടുത്ത് എന്നെ തന്നെ അടിക്കുന്നോടാന്നുള്ള രീതിയിലാണ് ആ സീക്വൻസ് പോകുന്നുണ്ട്. ധാരാണ് ഈ ലേസർ വിഷൻ സൂപ്പർമാനെതിരെ തന്നെ വിടുന്നതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പോസ് ചെയ്ത് നോക്കുമ്പോൾ അത് ചെറുതായിട്ട് നമ്മുടെ ലോബോയുടെ ഒരു ലുക്ക് വരുന്നില്ലേ. ഓൾറെഡി ജേസൺ മാമോ ലോബോ ആയിട്ട് DC-യിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വണ്ടർ ഗേൾ പടത്തിൽ പുള്ളിയുടെ ആദ്യ അപ്പിയറൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് കൺഫേം തന്നെയാണ്. സോ പുള്ളിയാണോ ഇതെന്ന് ചെറിയൊരു സംശയമുണ്ട്. കാരണം ആ ഒരു അപ്പിയറൻസും പരിപാടികളൊക്കെ കറക്റ്റ് ജേസൺ മാമോടെ പോലെ ഉണ്ട്. പക്ഷേ ഈ ഒരു പടത്തിൽ പുള്ളി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വരാൻ സാധ്യത വളരെയധികം കുറവാണ്. സോ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർമാന്റെ ക്ലോൺ തന്നെയാണ്. ഇതിന് മുമ്പായിട്ട് ഇറങ്ങിയ ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഗാലറി നടക്കുന്ന ഫൈറ്റ് സീക്വൻസിൽ ആ ഒരു ലെക്സ് ലൂതറിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു മുഖംമൂടി തിരിച്ച് മച്ചാൻ നേരെ സൂപ്പർമാനെ തന്നെ അടിച്ച് പൊളന്ന് നീക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഫൈറ്റിന്റെ ബാക്കിയായിരിക്കാം ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നത്. ആൻഡ് ആ ഒരു മാസ്ക് മാറ്റിയതിന് ശേഷം അത് സൂപ്പർമാന്റെ തന്നെ ക്ലോൺ ആണെന്ന് റിവീൽ ആവുന്നതും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇത്. അവിടെ നിന്ന് അങ്ങനെ വേറൊരു സീക്വൻസിൽ സൂപ്പർമാന്റെ ഒരു ബാക്ക് ഷോട്ട് കാണിക്കുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു ചെറിയ കൊച്ചിരിക്കുന്നതായിട്ട് കാണാം. ഈ കൊച്ച് വേറെ ആരുമല്ല മെറ്റമോർഫോയുടെ മോനായിട്ടുള്ള ബേബി ജോയാണ്. എവിടെയോ എന്തോ തകരാറ് പോലെ തോന്നുന്നുണ്ടല്ലേ? വിശദമാക്കി തരാം. ഓൾറെഡി ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ എത്തി സൂപ്പർമാന്റെ വീക്ക്നെസ് ക്രിപ്റ്റോണൈറ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ലെക്സ് ലൂതർ മെറ്റമോർഫോയെ വെച്ചിട്ട് ക്രിപ്റ്റോണൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മെറ്റമോർഫോയുടെ ഒരു കഴിവും അത് തന്നെയാണല്ലോ. ആൻഡ് മെറ്റമോർഫോയുടെ സഹായത്തോടെ തന്നെ സൂപ്പർമാനെ ക്യാപ്ചർ ചെയ്ത് ഒരു ജയിൽ പോലത്തെ സ്ഥലത്ത് അടച്ചു വെക്കുന്ന രീതിയിലുള്ള ഇതിന് മുമ്പത്തെ സീക്വൻസുകളൊക്കെ ട്രെയിലറുകളിലും ടീസറുകളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ബേസിക്കലി മെറ്റമോർഫോ ഒരു വില്ലൻ ക്യാരക്ടർ ഒന്നുമല്ല, ഒരു നല്ല ക്യാരക്ടറാണ്. സോ ഈ മെറ്റമോർഫോയുടെ മോനെ മേ ബി ലെക്സ് ലൂതർ പിടിച്ചു വെച്ചിട്ടുണ്ടാവാം. ആൻഡ് നീ എനിക്ക് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നിന്റെ മോനെ തന്നെ തട്ടിക്കളയും എന്നുള്ളൊരു ഭീഷണിയുടെ പുറത്തായിരിക്കാം സൂപ്പർമാനെ പിടിക്കാനായിട്ട് മെറ്റമോർഫോ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് അറ്റ്ലാസ്റ്റ് ഈ പരിപാടിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സൂപ്പർമാൻ തന്നെ മെറ്റമോർഫോയുടെ മോനെ ലെക്സ് ലൂതറിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ആയിരിക്കും ഇത് കാണിക്കുന്നത്. ആൻഡ് അതിനുശേഷം മെറ്റമോർഫോയും സൂപ്പർമാനും ടീമപ്പ് ചെയ്ത് നേരെ നമ്മുടെ ലെക്സ് ലൂതറിനെ പൊളക്കുന്ന രീതിയിലായിരിക്കാം കലാപരിപാടികൾ. അതിനുശേഷം സൂപ്പർമാൻ എവിടെയോ വയ്യാണ്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ ടീം അങ്ങോട്ട് വന്നിട്ട് നീ എന്തോന്ന് അവിടെ എടുക്കുന്നു, ഇവിടെ വേറെ പണിയുണ്ടെന്ന് പറയുമ്പോൾ ഞാനിവിടെ ചുമ്മാ ഇരിക്കുകയില്ല എന്ന് സൂപ്പർമാൻ തിരിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു സീക്വൻസ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ സൂപ്പർമാൻ അവിടെ റെസ്റ്റ് എടുക്കുമല്ല, പുള്ളി എന്തിനെയോ താങ്ങി നിർത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മിസ്റ്റർ ടീം മോളിൽ നിന്നാണ് സൂപ്പർമാനെ നോക്കുന്നത്. സൂപ്പർമാൻ അടിയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന പോലെയാണ് കാണിക്കുന്നത്. തൊട്ടടിയിലായിട്ട് എന്തോ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്ന രീതിയിലും കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. ആ ഒരു പോർട്ടലിന്റെ ഭൂമിശാസ്ത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നെഗറ്റീവ് സോൺ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ലെക്സ് ലൂതർ സൂപ്പർമാനെ പൂട്ടാൻ വേണ്ടി എന്തോ ഒരു പദ്ധതി ഉണ്ടാക്കിയതിന് ശേഷം അവസാനം ആ ഒരു മൊത്തം പ്ലാൻ ഉൾട്ട അടിച്ച് മൊത്തം മെട്രോപോളിസ് തന്നെ ആ ഒരു നെഗറ്റീവ് സോണിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതായിരിക്കാം അവിടെ കാണുന്നത്. ആൻഡ് അവസാനം സൂപ്പർമാൻ തന്നെ രക്ഷിക്കാൻ ഇറങ്ങേണ്ടി വരുന്ന രീതിയിലായിരിക്കും ആ ഒരു സീക്വൻസ് പോകുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് മൊത്തം മെട്രോപോളിസിനെ സൂപ്പർമാൻ തന്നെ രക്ഷിക്കുന്ന രീതിയിലും എല്ലാവരും സൂപ്പർമാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കാം ഒരു പടം എൻഡ് ആവുന്നത്. ആൻഡ് അവിടെ ലെക്സ് ലൂതർ വീണ്ടും റിവോൾട്ട് ആവാൻ സാധ്യതയുണ്ട്. ആളുകളുടെ മനസ്സിൽ നിന്ന് സൂപ്പർമാനോട് ഒരു വെറുപ്പുണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ട് അവസാനം താൻ ഉണ്ടാക്കി വെച്ച പ്രശ്നത്തിൽ നിന്ന് തന്നെ സൂപ്പർമാൻ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ വരികയും സൂപ്പർമാൻ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ടും കാര്യങ്ങൾ പോകുമ്പോൾ ലെക്സ് ലൂതർ ഏതൊരു രീതിക്ക് റിവോൾട്ട് ആവുന്ന ആലോചിച്ചാൽ മതി. ട്രെയിലർ മൊത്തത്തിൽ നല്ല ഇംപ്രസീവ് ആയിട്ട് തോന്നി. ഈ ഒരു രീതിക്ക് തന്നെ പടത്തിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ DC തിരിച്ചു വരും. സോ അതൊക്കെ തന്നെയാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ട്രെയിലറിൽ നിന്ന് കിട്ടിയെന്നുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് മൊത്തത്തിൽ ട്രെയിലറിന്റെ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഏതൊരു രീതിക്കാണ് വർക്കൗട്ടായി എന്നതിനെ പറ്റിയിട്ടും സൂപ്പർമാൻ പടത്തിന് എത്രമാത്രം ഹൈപ്ഡ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.